നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കവലയിൽ വെച്ച് നടന്ന പ്രശ്നത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. മഞ്ജുൻ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയാറുന്നില്ലേ? ഞാൻ സ്പോട്ടിലെത്തി ഗിരിയുടെ ചെവി പിടിച്ച് അവനെ കൊണ്ട് സോറി പറയിപ്പിച്ചാനെ. എവിടെയെങ്കിലും അടിയുണ്ടാക്കാൻ ഒരു അവസരം കിട്ടിയാൽ മതി, അവൻ അവിടെ കയറിയെങ്കിൽ ഷോ കാണിക്കും. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും അവൻ ചിന്തിക്കില്ല. ഗിരി കാണിച്ചു കൂട്ടിയതിന് ഐ എം റിയലി സോറി. ഗിരിക്ക് വേണ്ടി സഞ്ജയ് എന്തിനാ സോറി പറയുന്നത്? ഗിരി കാരണം എനിക്കിങ്ങനെ ഉപദ്രവം ഉണ്ടാവുന്നത് ആദ്യമായിട്ടൊന്നും അല്ല. എനിക്ക് അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഡാഡിക്ക് അവനെ വലിയ കാര്യമാണ്. ഡാഡിക്കെതിരെ സാക്ഷി പറയാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഗിരിയുടെ അച്ഛനെ പോലീസുകാർ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നാ ഡാഡി വിശ്വസിക്കുന്നത്. ഗിരിയുടെ അച്ഛൻ ഇല്ലാതാവാൻ കാരണം ഡാഡിയാണെന്നൊരു കുറ്റബോധം അന്നു മുതൽ ഡാഡിക്കുണ്ട്. അതുകൊണ്ട് ഡാഡിക്ക് ഗിരിയോട് കുറച്ച് വാത്സല്യം കൂടുതലാ. അവൻ എന്ത് വൃത്തികേട് കാണിച്ചാലും ഡാഡി രക്ഷിക്കുന്ന ഗിരിക്ക് ഉറപ്പാ. അതിന്റെ ധൈര്യത്തിലാ അവൻ ഈ ഷോ മുഴുവൻ കാണിക്കുന്നത്. ഗിരി കാരണം മഞ്ജുവിന് വീണ്ടും എല്ലാവരുടെയും മുമ്പിൽ നാണം കെടേണ്ടി വന്നു അല്ലേ? കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞപ്പോ എല്ലാ കഥകളും നാട്ടുകാർ മറന്നു തുടങ്ങിയതാ. അപ്പോഴാ ഗിരിയുടെ വക ഈ ഷോ. ഞാൻ മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നതില് ഗിരിക്ക് എന്താ ഇത്ര പ്രശ്നം? ഞാൻ അവനോട് എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗിരിയുടെ അച്ഛനെ കൊന്നത് പോലീസുകാരാണെന്നാ അവൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവന് പോലീസുകാരെ വെറുപ്പാ. ശങ്കരേട്ടൻ മരിക്കുമ്പോ ആ സ്റ്റേഷനിൽ മാധവ് സാറിന് ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ശങ്കരേട്ടന്റെ മരണത്തിൽ മഞ്ജുവിന്റെ അച്ഛനും പങ്കുണ്ടെന്ന് ഗിരി വിശ്വസിക്കുന്നുണ്ടാവും. എന്റെ അച്ഛൻ ഒരിക്കലും ഒരു നിരപരാധിയെ മരിക്കാൻ സമ്മതിക്കില്ല. അത് നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ? പലരും പറയുന്നത് ഡാഡി അറിയാതെ കള്ളവാറ്റുണ്ടാക്കിയതിന് പോലീസ് പിടിച്ചപ്പോ നാണക്കേട് സഹിക്കാൻ പറ്റാതെ അയാൾ ആത്മഹത്യ ചെയ്താണെന്നാ. പക്ഷേ ഗിരിയും ഡാഡി ഇത് വിശ്വസിക്കില്ല. എനിക്ക് മാധവൻ സാറിനോട് ജീവിതകാലം മുഴുവൻ ശത്രുത മാത്രമായിരുന്നു. മാധവൻ സാറ് മരിച്ചപ്പോ ഈ യൂണിഫോം മഞ്ജുവിന് കിട്ടിയില്ലേ? അപ്പോ ഗിരിയുടെ ശത്രുത മഞ്ജുവിനോടായി. അച്ഛന്റെ കാര്യമായതുകൊണ്ട് ഗിരിയിൽ നിന്നൊരു ക്ഷമ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്തൊക്കെ പുകിലാണാവോ ഉണ്ടാവാൻ പോകുന്നത്? അല്ല, ഈ കഥകള് കാരണം നമ്മുടെ കല്യാണം മുടങ്ങുന്നുള്ള പേടിയാണോ? എന്റെ ആദ്യത്തെ ചിന്ത അത് തന്നെയായിരുന്നു. കല്യാണം മുടങ്ങുന്നതിനെ പറ്റി എനിക്ക് പേടിയില്ല. പക്ഷേ വീണ്ടും എന്റെ കുടുംബം നാട്ടുകാരുടെ മുമ്പിൽ അപമാനിക്കപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. താൻ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? നാട്ടുകാർ പറയുന്നത് കേട്ട് ഞാൻ തന്നെ തെറ്റിദ്ധരിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തന്നെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ തന്നോട് നേരിട്ട് ചോദിച്ചറിയും. നാട്ടുകാർ പറയുന്നതെല്ലാം ഗോപാൽജിയും കേക്കില്ലേ? അദ്ദേഹം നാട്ടിലെ വലിയ നിലയുമിലേക്കുള്ള ആളല്ലേ? അദ്ദേഹത്തിന് ഇതൊക്കെ വലിയ പ്രശ്നമാവില്ലേ? എന്നെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞു നടക്കുന്ന കഥകള് മഞ്ജു കേട്ടിട്ടില്ലേ? ഇല്ലാ കഥകൾ പറഞ്ഞ് ഒരാളെ എത്രമാത്രം താഴ്ത്തി കാണിക്കാൻ പറ്റുമെന്നുള്ളതിന് ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ഞാൻ. ഡാഡിക്കും നാട്ടുകാർ പറയുന്ന നുണക്കഥകൾ കേട്ട് വലിയ ശീലമാണ്. അതുകൊണ്ട് ഈ കഥകളൊന്നും ഡാഡിയുടെ തീരുമാനത്തെ ബാധിക്കില്ല. കല്യാണം കഴിഞ്ഞ് താൻ ഗോപാലജിയുടെ മരുമകളായി കഴിഞ്ഞാൽ നാട്ടുകാരും മഞ്ജുവിനെതിരെ ഒരക്ഷരം മിണ്ടില്ല. അത് സഞ്ജയുടെ വാക്കാ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തന്റെ കൂടെ ഉണ്ടാവും. അല്ലാതെ നാട്ടുകാർ പറയുന്നൊന്നും ഞാൻ കാര്യമാക്കില്ല. താനും അതൊന്നും കാര്യമാക്കണ്ട. തൽക്കാലം തന്റെ ശ്രദ്ധ നമ്മുടെ കല്യാണത്തിന്റെ മീതെ മാത്രം മതി. ഓക്കെ? ഞാൻ പോട്ടെ. ഓക്കെ. നീ കവലയിൽ അടിയുണ്ടാക്കിയോ? അത് മഞ്ജുവിന് വേണ്ടിയാണ് നാട്ടിലൊരു സംസാരമുണ്ട്.
അറിയാവുന്ന പലരും എന്നെ വിളിച്ച് സത്യമാണോ എന്ന് ചോദിച്ചു. ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടത് ഷോ കാണിക്കാനായിരിക്കും. എല്ലാവരുടെ മുന്നിൽ ഹീറോ വിളിച്ചു കഴിഞ്ഞപ്പോ നിനക്ക് സമാധാനമായോ? നീ മഞ്ജുവിന് വേണ്ടിയാണ് അടിയുണ്ടാക്കിയെന്ന് പറഞ്ഞ് നാട്ടുകാർ വീണ്ടും നിന്നെയും മഞ്ജുവിനും ചേർത്ത് കഥകൾ പറഞ്ഞു തുടങ്ങി. നിശ്ചയം കഴിഞ്ഞപ്പോ അവരെല്ലാം മറന്നിരിക്കുകയായിരുന്നു. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഇടപെട്ടത്. ആ കുടിയൻ മഞ്ജുവിനെ അടിക്കാൻ ഓങ്ങിയപ്പോ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഞാൻ അയാളെ തല്ലിയത്. അല്ലാതെ സഞ്ജു പറയുന്ന പോലെ നാട്ടുകാരുടെ മുന്നിൽ ആളാവാൻ എനിക്കൊരു താല്പര്യവുമില്ല. ഇന്നേ വരെ ന്യായമുള്ള കാര്യത്തിനല്ലാതെ ഞാൻ ആരെയും തല്ലിയിട്ടുമില്ല. അത് ഹീറോ ആവാനൊന്നുമല്ല, എന്നും ശരിയുടെ ഭാഗത്ത് നിൽക്കാനാ എന്നെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാണമില്ലടാ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിച്ചിട്ട് അച്ഛന്റെ പേരും പറഞ്ഞ് ന്യായം പറയാൻ. നിർത്തടാ. കൊറേ നേരമല്ലോ ഡയലോഗ് അടിക്കാൻ തുടങ്ങിയിട്ട്. ഗിരിയില്ലായിരുന്നെങ്കിൽ മഞ്ജു ആ കുടിയന്റെ തല്ലുകൊണ്ട് കിടന്നേനെ. അപ്പൊ നിനക്ക് സന്തോഷാവോ? നീ കാണിക്കുന്നത് നിനക്ക് അവളെ രക്ഷിക്കാൻ പറ്റാത്തതിന്റെ അസൂയ. അസൂയോ? ഇവനോടോ? എന്തിന്? ഇവൻ വെറും ഒരു കൂലിത്തല്ലുകാരനാ. ഇവൻ എത്രയൊക്കെ ബഹളം ഉണ്ടാക്കിയാലും മഞ്ജു ഇപ്പോഴും സ്നേഹിക്കുന്നത് തന്നെയാ. അതെന്റെ ക്വാളിറ്റി കണ്ടിട്ടാ. എത്ര ജന്മം ജനിച്ചാലും ഇവനതുണ്ടാവില്ല. നിന്നെ പോലെ നട്ടലില്ലാതെ പെരുമാറുന്നതാണോടാ ക്വാളിറ്റി? സ്വന്തം പെണ്ണിനെ സംരക്ഷിക്കാനുള്ള കഴിവെങ്കിലും നിനക്കുണ്ടോ? സംരക്ഷിച്ചേനെ. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മഞ്ജുവിനെ സംരക്ഷിച്ചേനെ. അത് തന്നെയല്ലേ ഗിരിയും ചെയ്തത്. എടാ, അവക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? മഞ്ജുവിന്റെ സുരക്ഷയല്ലേ നമുക്ക് വലുത്. അതാര് ചെയ്താലെന്താ? ഞാൻ ചെയ്യുന്നതും ഇവൻ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഡാഡി. ഞാൻ ചെയ്യുന്നത് ഭർത്താവാകാൻ പോകുന്ന ഒരാളുടെ കടമയായിട്ടേ നാട്ടുകാർ കാണൂ. ഇവൻ ചെയ്യുമ്പോ കാമുകിയുടെ മുന്നിൽ ആളാവാൻ ശ്രമിക്കുന്ന ഒരാളായി മാത്രമായിട്ട് കാണൂ. നീ വെറുതെ കാര്യങ്ങൾ വളച്ചൊടിക്കരുത്. മഞ്ജുവിന്റെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണായിരുന്നെങ്കിലും ഗിരി സഹായിച്ചേനെ. ആണോ? മഞ്ജു ഒരു പോലീസുകാരിയല്ലേ? അവളുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു പോലീസുകാരിയായിരുന്നെങ്കിൽ നീ ഇടപെടുവോ? ഇല്ല. എനിക്കറിയാം. പിന്നെ എന്തിനാ നീ മഞ്ജുവിന്റെ കാര്യത്തിൽ ഇടപെട്ടത്? അവൾ ഗോപാൽജിയുടെ മരുമകളാവാൻ പോകുന്ന പെൺകുട്ടി ആയതുകൊണ്ട് എനിക്കല്ലെങ്കിലും പോലീസ് യൂണിഫോം ഇട്ടവരെ കണ്ണെടുത്താ കണ്ടുകൂടാ. മഞ്ജുവിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പോലീസുകാരനായിരുന്നെങ്കിൽ അടി കൊള്ളുന്നത് ഞാൻ ആസ്വദിച്ച് കണ്ടേനെ. പക്ഷേ ഒരു കുടിയൻ ഗോപാൽജിയുടെ മരുമകളെ അടിച്ചു എന്ന് പറഞ്ഞാല് ഈ കുടുംബത്തിന്റെ മാനം പോവില്ലേ? എന്നിട്ടിപ്പോ എന്താ സംഭവിച്ചത്? നീ ആ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടായില്ലേ? മഞ്ജു ഈ കല്യാണം മുടങ്ങുമെന്ന് പേടിച്ച് കരയുമായിരുന്നു. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. നിർത്ത്. അവൻ അറിഞ്ഞുകൊണ്ടല്ലോ ഇതൊക്കെ ചെയ്തത്. ആ, അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഗിരി മണ്ടനൊന്നുമല്ലല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്താല് നാട്ടുകാർ മഞ്ജുവിനെ കുറിച്ച് മോശം പറയുമെന്ന് ആലോചിക്കാനുള്ള ബോധമൊക്കെ ഇവനുണ്ട്. എന്നിട്ട് ഇവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം എനിക്ക് കാണാൻ കഴിയൂ. ഇവന് മഞ്ജുവിനോട് ശരിക്കും പ്രേമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നീ ചെയ്യുന്നതിനൊക്കെ ഒരു കാരണമുണ്ട്. ഈ കല്യാണം മുടക്കുക നിന്റെ ലക്ഷ്യം. വൃത്തിയോട് പറഞ്ഞുണ്ടല്ലോ. എന്താ സത്യം പറഞ്ഞപ്പോ നിനക്ക് നൊന്തോ? ഇവന് മഞ്ജുവിനോട് പ്രേമം തന്നെയാ. പക്ഷേ അവൾക്കിഷ്ടം എന്നെയാ. ഇവനത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അതുകൊണ്ടാ മനഃപൂർവ്വം ഞങ്ങളുടെ കല്യാണം മുടക്കാൻ ഇവൻ ശ്രമിക്കുന്നത്. നിർത്ത്. മതി. ഗിരി എന്ത് ചെയ്താലും അത് ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി മാത്രമായിരിക്കും. നീ പറയുന്ന പോലത്തെ വിചാരമൊന്നും ഗിരിയുടെ മനസ്സിലുണ്ടാവില്ല. എല്ലാവരും കൂടി അവരെ തലയിൽ കയറ്റി വെച്ചോണ്ട് നടന്നോ? നോക്കിക്കോ, ഇവൻ കാരണം ഡാഡി കുറെ അനുഭവിക്കേണ്ടി വരും. ഞാൻ ഇറങ്ങാം ഗോപാൽജി. എന്താടാ നിനക്ക് അവൻ പറഞ്ഞ വിഷമമായ? അതൊന്നും നീ കാര്യമാക്കണ്ട. മഞ്ജു വിഷമിക്കുന്ന കണ്ടപ്പോ അവന് ടെൻഷനായി കാണും. അതിന്റെ ദേഷ്യത്തിൽ വെറുതെ ഓരോന്ന് പറയുന്നതാ. അവന് ബുദ്ധി കുറവാണെന്ന് നിനക്കറിയാവല്ലോ. നീ അങ്ങ് ക്ഷമിച്ചു കള. എന്നാലും അവൻ എന്നെ കുറിച്ച് ഇങ്ങനൊരു സംശയം ഉണ്ടായല്ലോ. ഒരു
പെണ്ണിന് വേണ്ടി ഞാൻ ഈ കുടുംബത്തോട് ഇങ്ങനെ ഒരു നന്ദികേട് കാണിക്കുമെന്ന് അവന് തോന്നിയല്ലോ. അവൻ എന്ത് സംശയം ഉണ്ടായാലെന്താ, എനിക്ക് നിന്നെ വിശ്വാസമാ. അത് പോരടാ. നീ ഒരിക്കലും തളരരുത്. നീ എന്റെ ബലം. നീ തളർന്ന വീഴുന്ന ഞാനായിരിക്കും. അത് നീ മറക്കരുത്. ഇല്ല ഗോപാൽജി, ഞാൻ തളരില്ല. ശരി. എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഒരവസാനം ഇല്ലല്ലോ അച്ഛാ. ഇന്നും ഗിരി കാരണം ഒരു പ്രശ്നമുണ്ടായി. അത് കാരണം കല്യാണം വീണ്ടും മുടങ്ങുമെന്ന് ഞാൻ പേടിച്ചു. പക്ഷേ സഞ്ജയ് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അച്ഛന് സഞ്ജയുടെ കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സഞ്ജയുമായുള്ള വിവാഹം ഒരബദ്ധമാണോന്ന് എനിക്ക് എപ്പോഴും തോന്നും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അച്ഛാ. ചേച്ചി, അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ചേച്ചി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് നിൽക്കുമ്പോ ഒരു ധൈര്യം കിട്ടും. ഇനി ചേച്ചിക്ക് ധൈര്യം തരാൻ സഞ്ജയ് ഉണ്ടല്ലോ. അയ്യോ സോറി, സഞ്ജയ് ചേട്ടൻ. അതതിന്റെ ശരി. ചേച്ചി വാ, ഭക്ഷണം കഴിക്കാം.